ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 3 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കര അവിടെ മെൽറ്റായി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് ചെറിയൊരു കപ്പയാണ്. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രേറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രേറ്റാക്കി എടുക്കാം. അപ്പോൾ കപ്പ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് ഉണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പ. ഇനി ഇതിൽ കയ്യിൽ വെച്ചിട്ട് ഇത് പിഴിഞ്ഞിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു അരിപ്പയിലിട്ടിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നീരൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ സമയം തന്നെ ഏകദേശം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞ് പോവേണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ തേങ്ങയ്ക്ക് ഏകദേശം കളറ് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കപ്പ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമില്ല, അത് ഒഴിവാക്കാം. ഇനി കപ്പക്ക് അഥവാ കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം, അതുവരെ നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ വെള്ള കളറ് മാറിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് അപ്പോൾ കപ്പൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പും ഏലക്കാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഒരുപോലെ മിക്സായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഈ ഒരു ശർക്കരപ്പാനിയും എല്ലാ കപ്പയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണം. അപ്പോൾ മധുരം കുറവുണ്ടെങ്കിൽ പാകത്തിന് നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ശർക്കര ഒന്ന് ചീകിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചീകിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ച് നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഇടയ്ക്ക് ഒരു നട്ട്സും കൂടെ കടിക്കാനുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കപ്പയുടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ ഒന്ന് ചൂടാറി കിട്ടുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് ഒന്ന് സെറ്റായിട്ട് കിട്ടിയാൽ വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മുകൾ ഭാഗത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ കടല ഉണ്ടെങ്കിൽ കടല അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.